കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഷഷ്ടിയാണ് പൗഷ് മാസത്തിലെ ശുക്ലപക്ഷ ഷഷ്ടി. ഷഷ്ടി തിഥി ആരംഭിക്കുന്നത് 2025 ഡിസംബർ മാസം 25 തീയതി ഉച്ച കഴിഞ്ഞ് 1:42 മുതൽ 2025 ഡിസംബർ മാസം 26 തീയതി ഉച്ച കഴിഞ്ഞ് 1:43 വരെയാണ്. അതുകൊണ്ട് തന്നെ പൗഷ് മാസത്തിലെ ശുക്ലപക്ഷ ഷഷ്ടിയായി നമ്മൾ ആചരിക്കുന്നത് 2025 ഡിസംബർ മാസം 26 തീയതിയാണ്. ഷഷ്ടി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഒരു ഹിന്ദുമത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഷഷ്ടി എടുക്കുക എന്നുള്ളത് അവൻ്റെ ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം മാറ്റുന്നതിനും അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും വേണ്ടിയിട്ടാണ്. സാധാരണ നമുക്കുള്ള എല്ലാ തെറ്റിദ്ധാരണകളും, പലർക്കുമുള്ള തെറ്റിദ്ധാരണയാണ് മക്കളുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഷഷ്ടിവ്രതം എടുക്കുന്നത് എന്ന്. ശരിയാണ്, മക്കൾക്ക് വേണ്ടി അമ്മമാർക്ക് എടുക്കാൻ സാധിക്കുന്ന ഒരു വ്രതം അത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഷഷ്ടിയാണ്. പക്ഷേ അതിനുവേണ്ടി മാത്രമല്ല ഷഷ്ടി എടുക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിലെ കർമ്മ പ്രാരാബ്ദങ്ങൾ, ഓരോ മനുഷ്യനും അവൻ്റെ കർമ്മങ്ങൾ കൊണ്ടുള്ള പ്രാരാബ്ദങ്ങളുണ്ട്. ആ പ്രാരാബ്ദങ്ങളാണ് നമ്മളിങ്ങനെ ഓരോരോ ദുരിതങ്ങളായിട്ട് നമ്മളിങ്ങനെ അനുഭവിക്കുന്നത്. അത് നല്ലതാവും, പലപ്പോഴും ചീത്തയുമാകും. നല്ല അനുഭവങ്ങൾ നമുക്കുണ്ടാകും, നമ്മുടെ കർമ്മങ്ങളുടെ നല്ല അനുഭവങ്ങൾ നമുക്കുണ്ടാകും, മുൻജന്മ കർമ്മങ്ങളുടെ നല്ല അനുഭവങ്ങൾ നമുക്കുണ്ടാവും. അതുപോലെ തന്നെ ചീത്ത അനുഭവങ്ങളും ഉണ്ടാകും. എന്തായാലും ഈ കർമ്മ പ്രാരാബ്ദങ്ങൾ മൂലമുണ്ടാകുന്ന ദുരിതങ്ങളെല്ലാം മാറുന്നതിന്, കുടുംബ ദുരിതങ്ങൾ മാറുന്നതിന്, പൂർവികരായി ചെയ്തു വെച്ചിരിക്കുന്ന ദുരിതങ്ങൾ, അതിൻ്റെ വല്ല ദുരിത ഫലങ്ങൾ വല്ലതും നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിന്, അതുപോലെ വസ്തു സംബന്ധമായ ദോഷങ്ങൾ, കുടുംബപരമായിട്ടുള്ള ദോഷങ്ങൾ, നമ്മുടെ ഗ്രഹപ്പിഴ ദോഷങ്ങൾ, തലയിലെഴുത്ത് എന്ന് നമ്മൾ പറയുന്ന അത്തരത്തിലുള്ള ദോഷങ്ങൾ, ജാതക ദോഷങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങൾ മാറുന്നതിനായിട്ട് സുബ്രഹ്മണ്യ ഭജനമാണ് ഓരോരുത്തരും ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് നമ്മൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യരെ നമ്മളിങ്ങനെ അസുരഗണം, ദേവഗണം, മനുഷ്യഗണം, ഇങ്ങനെ 3 ഗണങ്ങളായി തരംതിരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് ഈ ജാതകം ഒക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതിൽ തന്നെ അസുരഗണത്തിൽപ്പെട്ടിരിക്കുന്ന മനുഷ്യര് തീർച്ചയായിട്ടും അവര് മുരുകദേവനെ പ്രാർത്ഥിക്കുക തന്നെ ചെയ്യണം. കാരണം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരിതങ്ങളൊക്കെ പെട്ടെന്ന് മാറുന്നതിനായിട്ട് ഷഷ്ടി ദിവസം നമ്മൾ ഉപവാസമെടുത്തോ അല്ലെങ്കിൽ വ്രതമെടുത്തോ ഒക്കെ പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. സുബ്രഹ്മണ്യ ഭജനം ചെയ്യുന്നതും വളരെ വളരെ ഉത്തമമാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കറിയാം പൊതുവേ പറയും കാർത്തിക നക്ഷത്രത്തിൽ ജനിക്കുന്നത് വളരെ ഐശ്വര്യമാണ് എന്ന്. പക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർ നേരിടുന്നുണ്ട്. നിങ്ങൾ ചോദിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അവരുടെ ആ ദുരിതങ്ങൾക്കെല്ലാം കാരണം അവരുടെ മുൻജന്മങ്ങളിലുള്ള കർമ്മ ഫലങ്ങളാണ്. ഈ ദോഷങ്ങളെല്ലാം മാറുന്നതിന് അവര് എത്ര തന്നെ മറ്റേതൊക്കെ ദേവന്മാരെ ഭജിച്ചാലും അവർക്ക് പെട്ടെന്ന് അതിനൊരു ശമനം ഉണ്ടായി എന്ന് വരികയില്ല. പക്ഷേ ഈ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷനായാലും സ്ത്രീ ആയാലും നിങ്ങൾ സുബ്രഹ്മണ്യ ഭജനം അത് വളരെ ചെറുപ്പത്തിൽ തന്നെ ഒന്ന് ചെയ്തു ശീലിച്ചു നോക്കൂ. തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അവരുടെ മനപ്രയാസമൊക്കെ മാറും. അവർക്ക് നല്ല ഒരു ഭാവി അവർക്ക് ഉണ്ടാകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ വീട്ടിൽ ഓരോ കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെയൊക്കെ നാളുകൾ ഏതാണ് എന്ന് നോക്കുകയും ആ നാളുകൾക്കനുസരിച്ചിട്ടുള്ള ദേവന്മാരെ പ്രാർത്ഥിപ്പിക്കണം. അവരെ കൊണ്ട് അവരുടെ നാളനുസരിച്ചിട്ടുള്ള ദേവതകളെ പ്രാർത്ഥിക്കുവാനും പൂജിക്കുവാനും നമ്മൾ പറഞ്ഞു കൊടുക്കണം.
അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ വളരെ ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, നമ്മുടെ ആ നിത്യജീവിതത്തിൽ നമുക്ക് ഒരുപാട് തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകും. പക്ഷെ നമ്മൾ ഓരോ അസുഖങ്ങൾക്കും അതാതിൻ്റെ ഡോക്ടർമാരെയാണ് കാണുന്നത്. അല്ലാതെ ഒരു ഡോക്ടറെ തന്നെ എല്ലാ അസുഖത്തിനും നമ്മൾ കാണാറില്ല. എന്തുകൊണ്ടാണ്? ഓരോ അസുഖങ്ങൾക്കും ഓരോ സ്പെഷ്യലിസ്റ്റുകളുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് നമ്മൾ ഡോക്ടർമാരെ കാണും. അപ്പോൾ നമ്മുടെ രോഗത്തിന് കൃത്യമായ ഒരു ചികിത്സ അവിടെ ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ പ്രശ്നങ്ങൾക്കും ഓരോ പരിഹാരങ്ങളാണ്. അപ്പൊ ആ പരിഹാരങ്ങൾ കണ്ടെത്തി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഒരു സമാധാനം ലഭിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും പലരും പരാതി പറയുന്നത്, ഞാൻ എത്ര കാലമായി ദൈവത്തെ പ്രാർത്ഥിക്കുന്നു, എന്തൊക്കെ പ്രാർത്ഥനകൾ ചെയ്യുന്നു, എന്തൊക്കെ വ്രതങ്ങളൊക്കെ എടുക്കുന്നു, ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ പോകുന്നു, പക്ഷേ എനിക്കെന്നും കണ്ണുനീരാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. കാരണം നിങ്ങളുടെ പ്രശ്നത്തിനുള്ള ശരിയായ ചികിത്സ അല്ലെങ്കിൽ ശരിയായ ഒരു മാർഗത്തിലൂടെയല്ല നിങ്ങൾ പോകുന്നത്. പലപ്പോഴും വഴി തെറ്റി സഞ്ചരിക്കുന്നത് കൊണ്ടാണ് പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കാത്തത്. അപ്പൊ ഷഷ്ടിവ്രതം എടുക്കേണ്ടത്, നിർബന്ധമായും ഷഷ്ടിവ്രതം എടുക്കേണ്ടത്, അത് നമ്മൾ ആലോചിച്ച് നോക്കുക. നിർബന്ധമായും ഷഷ്ടിവ്രതം എടുക്കേണ്ടത് ആരാണ്? ഈ അസുരഗണത്തിൽപ്പെട്ട സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളുമൊക്കെ തന്നെ നിർബന്ധമായും സുബ്രഹ്മണ്യ ഭജനം ചെയ്യണം. അതുകൂടാതെ കുടുംബദോഷമുള്ളവര്, അതുപോലെ തന്നെ ജാതക ദോഷങ്ങളുള്ളവര്, ചൊവ്വാദോഷമുള്ളവര്, വിവാഹം നടക്കാൻ ബുദ്ധിമുട്ടുള്ള അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവര്, നല്ല വിവാഹ ജീവിതം ലഭിക്കാത്ത ആളുകള്, കുടുംബത്തിൽ പ്രശ്നങ്ങളുള്ള ആളുകള്, ഗ്രഹപ്പിഴ ദോഷങ്ങളുള്ള ആളുകൾ, ഇങ്ങനെയൊക്കെ ഉള്ള ആളുകൾ, അത് ഏത് ഗണത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും അവരൊക്കെ തന്നെ സുബ്രഹ്മണ്യ ഭജനം കൂടി ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഇതുപോലുള്ള ദോഷങ്ങൾ മാറിക്കിട്ടും. കാരണം മഹാജ്യോതിഷിയാണ് വേലായുധ സ്വാമി. വേലായുധ സ്വാമിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലയിലെഴുത്ത് പോലും മാറും എന്നാണ് വിശ്വസിക്കുന്നത്. ഒരിക്കലും നമുക്ക് പരിഹരിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും എന്ന് നിങ്ങൾ ഉറപ്പിച്ചോളൂ. പ്രത്യേകിച്ച് ഒരു കാര്യം നമ്മൾ വിചാരിക്കണം, എന്താണ്? നമ്മൾ വിശ്വസിക്കണം ഭഗവാനെ. പൂർണ്ണമായും നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം തീർച്ചയായിട്ടും ഉണ്ടാകും. നിങ്ങൾ എല്ലാവരും വർഷത്തിൽ ഒരിക്കലെങ്കിലും പളനിയിൽ പോയി പ്രാർത്ഥിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പഴനിമല, അത് നമുക്ക് കേരളത്തിൽ നിന്ന് വളരെ എളുപ്പമാണ്. ഇപ്പൊ തിരുവനന്തപുരത്തു നിന്നാണെങ്കിൽ പോലും നമുക്ക് അമൃത എക്സ്പ്രസ് ഉണ്ട്. അതിൽ നമുക്ക് കയറിയാൽ വൈകുന്നേരം ഒരു 8 മണിയൊക്കെ ആകുന്ന സമയത്താണെന്ന് തോന്നുന്നു, 8-8:30 സമയത്താണ് അമൃത പോകുന്നത്. ആ സമയത്ത് കയറിയാൽ രാവിലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഴനിയിലെത്തും. അവിടെ നിന്നും ഒരു ഓട്ടോ വിളിക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ബസ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ക്ഷേത്രത്തിന്റെ ആ പ്രദേശത്തേക്ക് എത്താനായിട്ട് സാധിക്കും. ദേവസ്വം ബോർഡിന്റെ മുറികളുണ്ട്. 300 രൂപ 350 രൂപയുള്ളൂ സാധാരണ മുറികൾക്ക്, 700 രൂപയുള്ളൂ AC മുറികൾക്ക്. ആ നിലയിൽ നമുക്ക് അവിടെ താമസിക്കാനായിട്ട് പറ്റും. നമുക്ക് അവിടെ നിന്നും ഫ്രീ ആയിട്ടുള്ള സർവീസുകളുണ്ട്. ക്ഷേത്രത്തിന്റെ നടയിലേക്ക് ഫ്രീ സർവീസുകളുണ്ട്. അതിൽ കയറിയാൽ ഫ്രീ ആയിട്ട് നമ്മളെ കൊണ്ടുപോകും. നടന്ന് കയറുന്നവർക്ക് അങ്ങനെ കയറാം. അതല്ല, നമുക്ക് ട്രെയിൻ പോലത്തെ സംവിധാനങ്ങൾ, അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട്. അതിലൊക്കെ നമുക്ക് ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്ന് അന്ന് രാത്രിയിൽ തന്നെ, അന്ന് വൈകുന്നേരം സന്ധ്യ കഴിയുമ്പോൾ തന്നെ ഈ അമൃത എക്സ്പ്രസ് തിരിച്ചുണ്ട് തിരുവനന്തപുരത്തിന്. ആ വണ്ടിയിൽ കയറിയാൽ നമുക്ക് തിരുവനന്തപുരത്ത് എത്തുകയും ചെയ്യാം. അപ്പോൾ ഒരു രാത്രി നമ്മൾ അങ്ങോട്ട് പോകുന്നു, പിറ്റേ ദിവസത്തെ രാത്രി നമുക്ക് തിരിച്ച് ഇങ്ങോട്ടേക്കും വരാം. ആ നിലയിൽ നമുക്ക് പോയിട്ട് വരാനായിട്ട് പറ്റും. അപ്പൊ അത്രയും എളുപ്പത്തിൽ നമുക്ക് പോയിട്ട് വരാൻ പറ്റുന്ന ഒരു ക്ഷേത്രമാണ് പഴനി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സാധിക്കുന്ന എല്ലാവരും തന്നെ വർഷത്തിൽ ഒരു ദിവസമെങ്കിലും നമ്മളൊന്ന് പോയി പ്രാർത്ഥിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അധികം തിരക്കില്ലാത്ത സമയം നോക്കി പോകണം. കാർത്തിക നക്ഷത്ര ദിവസം, വിശാഖം നക്ഷത്ര ദിവസം, പൂയം നക്ഷത്ര ദിവസം, അതുപോലെ തന്നെ ശനി ഞായർ, ഇങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ ഒട്ടും തിരക്കില്ലാതെ നിങ്ങൾക്ക് കയറി തൊഴാനായിട്ട് പറ്റും. നടന്നു കയറാനും യാതൊരു ബുദ്ധിമുട്ടുമില്ല. ആരോഗ്യമുള്ള എല്ലാവർക്കും നടന്നു കയറി ഭഗവാനെ തൊഴാനായിട്ടും പറ്റും. അതൊരു ശീലമാക്കുക ജീവിതത്തിൽ. വർഷത്തിൽ ഒരിക്കലെങ്കിലും എല്ലാ മനുഷ്യരും ഒന്ന് പോയി തൊഴുതു കഴിഞ്ഞാൽ നിങ്ങൾക്ക്
നല്ല മാറ്റം ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. കാരണം പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന പല പല പ്രശ്നങ്ങൾക്കും കാരണം നമ്മുടെ കർമ്മ പ്രാരാബ്ദങ്ങളാണ്. ആ പ്രാരാബ്ദ ദുരിതങ്ങളെല്ലാം മാറുന്നതിന് സുബ്രഹ്മണ്യ ഭജനം വളരെ വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ ഷഷ്ഠി ദിവസം നിങ്ങൾക്ക് വ്രതമെടുത്ത് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യുക. അതായത് ഒരു നേരം നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ നിന്നും കിട്ടുന്ന ആ ചോറ് അത് മേടിച്ചിട്ട് മുളകൊക്കെ കൂട്ടി നിങ്ങൾക്ക് കഴിക്കാം ഒരു നേരം. ബാക്കി 2 നേരവും നിങ്ങൾക്ക് വേണമെങ്കിൽ പഴവർഗ്ഗങ്ങൾ എന്തെങ്കിലും കഴിക്കാം. സാധാരണ ഉഴുന്നു ചേർത്ത ഒന്നും കഴിക്കാറില്ല. അതുപോലെ തന്നെ ഏത്തപ്പഴം ചിലര് വർജിക്കും. അതുപോലെ തന്നെ വാളംപുളി, അതായത് നമ്മൾ ഈ സാമ്പാറിനൊക്കെ ചേർക്കുന്ന പുളി, അതും നമ്മൾ ഉപയോഗിക്കാറില്ല. ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കണമെങ്കിൽ തേങ്ങ ഈ മുളകും ഒക്കെ ചേർത്ത് അരച്ചിട്ട്, പുളി വേണമെങ്കിൽ നിങ്ങൾക്ക് അല്പം നാരങ്ങാ നീരോ അല്ലെങ്കിൽ മോരോ അതൊക്കെ കൂട്ടി കഴിക്കാവുന്നതാണ്. പപ്പടം ഉപയോഗിക്കാറില്ല. ഇഡ്ഡലി ദോശ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. കാരണം ഉഴുന്നു ചേർന്നിട്ടുള്ള ഒന്നും ഉപയോഗിക്കാറില്ല. ഏത്തപ്പഴവും ചിലര് വേണ്ടാന്ന് വെക്കും. കാരണം അതൊരു ഇച്ചിരി കൊഴുപ്പ് കൂടുതലുള്ള രജസ സ്വഭാവമുള്ള ഒരു പഴമാണ് എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. പക്ഷെ അതിൽ വലിയ കാര്യമൊന്നുമില്ല. അസുഖമായിരിക്കുന്നവര്, പ്രായമായിരിക്കുന്ന ആളുകൾക്കൊക്കെ ഏത്തപ്പഴം ഉപയോഗിക്കാം, തെറ്റില്ല. അതിൽ അത്ര ദോഷമുണ്ടെന്ന് എനിക്ക് അത്ര ഒരു അഭിപ്രായമില്ല. എങ്കിലും വേണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാതിരിക്കാം. കാരണം ചിലപ്പോൾ ചിലർക്കൊക്കെ ഗ്യാസ് ഉണ്ടാകും ഏത്തപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെ മറ്റു പഴവർഗ്ഗങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ കഴിക്കാം. അതല്ലെങ്കിൽ 2 നേരം ഒന്നും കഴിക്കാതെ ഇരിക്കാം. നമ്മുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ ഭക്ഷണക്രമമൊക്കെ നമ്മൾ തീരുമാനിക്കുക. ചിലര് പൂർണ്ണമായിട്ടും ഉപവസിക്കും. ചിലര് ദീപാരാധന സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷമായിരിക്കും ചോറ്, ഈ ഉണക്കലരി ചോറ് കഴിക്കുന്നത്. ചിലര് ഉച്ചയ്ക്ക് കഴിക്കും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഇനി ക്ഷേത്രത്തിൽ പോയി നമുക്ക് ഉണക്കലരി ചോറ് മേടിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ വെച്ച് തയ്യാറാക്കിയിട്ടായാലും കഴിക്കാവുന്നതാണ്. പിറ്റേ ദിവസം കുളിച്ച് ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിച്ചതിനു ശേഷം നമുക്ക് തീർത്ഥം സേവിച്ച് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. ഇനി അതിന് സാധിക്കുന്നില്ലെങ്കിൽ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചിട്ട് തീർത്ഥം സേവിച്ച് നമുക്ക് നമ്മുടെ ഷഷ്ടി അവസാനിപ്പിക്കാവുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത്. നാമജപമാണ്. നാമജപത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അതുപോലെ തന്നെ അന്നേ ദിവസം ഭഗവാന് മഞ്ഞ നിറത്തിലുള്ള പട്ട് സമർപ്പിക്കുന്നത്, ഉടയാട സമർപ്പിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുന്നത്, മഞ്ഞപ്പൂക്കൾ സമർപ്പിക്കുന്നത്, മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ കൊണ്ടുള്ള മാല സമർപ്പിക്കുന്നതൊക്കെ തന്നെ വളരെ വളരെ ശ്രേഷ്ഠമാണ്. ഭഗവാന് ഏറ്റവും പ്രിയങ്കരമായ അദ്ദേഹത്തിന്റെ മൂലമന്ത്രമാണ് ഓം ശരവണ ഭവായ നമ എന്നുള്ളത്. ഓം ശരവണ ഭവായ നമ എന്ന് ഒരു ദിവസം 6 നേരം പ്രാർത്ഥിക്കാൻ സാധിക്കുന്നെങ്കിൽ അത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. അതുപോലെ തന്നെ അന്നേ ദിവസം ഭഗവാനെ ദർശിക്കുവാനായി നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നുണ്ടെങ്കിൽ ഭഗവാന് 6 പ്രദക്ഷിണം വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ശ്രേഷ്ഠമാണ്. സാധാരണ എപ്പോൾ പോയാലും ഭഗവാന് 6 പ്രദക്ഷിണം വെച്ചാണ് പ്രാർത്ഥിക്കേണ്ടത്. മുരുകസ്വാമിക്ക് പ്രത്യേകിച്ച് ഷഷ്ടി ദിവസം 6 പ്രദക്ഷിണം ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. 6 തവണയായി 6 നേരങ്ങളിൽ ഓം ശരവണ ഭവായ നമ എന്ന് 108 തവണ വെച്ച് ജപിക്കുന്നത് വളരെ വളരെ ഉത്തമമാണ്. മുരുകപ്രീതിക്ക് ഇതിലും നല്ല മറ്റൊരു മാർഗം ഇല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുക. എല്ലാ മനുഷ്യരും അവന്റെ നിത്യ പ്രാർത്ഥനയിൽ വേലായുധ സ്വാമിയെ ഉൾപ്പെടുത്തിയാൽ നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ തന്നെ ആ മാറ്റം ഉണ്ടാകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. ഹരേ കൃഷ്ണ.